ചൂരൽമലയിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഭയമാണിപ്പോൾ. കാരണം ഇതുപോലെ നിർത്താതെ മഴ പെയ്ത 2 ദിവസം നിർത്താതെ മഴ പെയ്ത നാളുകളിലാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. നമ്മളിപ്പോൾ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് പതിഞ്ഞത് ഈ കെട്ടിടത്തിൽ, ഇതാണ് നമ്മൾ പറഞ്ഞ ബേക്കറി കെട്ടിടം. ഈ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ, ഈ ഭയാനക രാത്രിയുടെ ദൃശ്യങ്ങൾ പകർന്നത്. എന്തായാലും അത് കേടുവന്നിരിക്കുകയാണ്. റിക്കവർ ചെയ്തെടുത്ത വിഷ്വൽസാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നതാണ്. ഇതിന് മുകളിൽ കൂടിയാണ് വെള്ളം അതിശക്തിയായി ഒഴുകിയിരുന്നത്. അതുപോലെ പുറകിലായി അവിടെ ആ മൺകൂന കാണുന്ന സ്ഥലത്ത് ഒരു വീടും തന്നെ ഉണ്ടായിരുന്നതാണ്. എല്ലാം പൂർണ്ണമായും നശിച്ചു പോയതാണ്. മേഖലയിൽ ചെറിയ രീതിയിലാണിപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ദുരന്തഭൂമിയിൽ NDRF, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകളുടെ അംഗങ്ങൾ ഒക്കെ ചേർന്നുള്ള തിരച്ചിലാണ് മേഖലയിൽ നടന്നു വരുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഈ തിരച്ചിലൊക്കെ പങ്കെടുക്കുന്ന കുറച്ച് ആളുകൾ ചേരുന്നുണ്ട്. ഇവർ ആദ്യ ദിവസം മുതൽ തന്നെ ഇവിടെ ഉണ്ട് എന്നതാണ് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഇവിടെ ഉണ്ട്? നമ്മൾ SYS സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരാണ്. നമ്മൾ 20 നിങ്ങൾ ഇന്ന് മോൾ ഭാഗത്തേക്കൊക്കെ പോയോ? ഇന്ന് ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി പോയിരുന്നു മേലെ ഭാഗത്ത്. അപ്പോൾ ഇന്ന് പ്രധാനമായും നമ്മൾ തെരച്ചിലല്ല, ഇവിടെ പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കട ക്ലീൻ ചെയ്യുക, ഇവിടെ 2 വീടുകൾ ക്ലീൻ ചെയ്തു, ഇവിടെ 2 ഷോപ്പുകൾ ക്ലീൻ ചെയ്തു. ഈ കാര്യങ്ങൾ നമ്മളെല്ലാ സംവിധാനമായിട്ടാണ് വന്നത്. ജനറേറ്റർ, മോട്ടോർ, പമ്പ് സെറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളായിട്ട് വന്ന് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ബാക്കിയായതൊക്കെ നുള്ളിപ്പൊറുക്കി എടുക്കുകയാണ് ശരിക്കും കച്ചവടക്കാരൊക്കെ അല്ലേ? കച്ചവടക്കാർക്ക് ഭീമമായ നഷ്ടമുണ്ട്. എന്നാലും നമ്മൾ ഉള്ള സാധനങ്ങൾ കഴുകി വിൽക്കാനല്ല ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സാധനങ്ങൾ മാറ്റിയെടുക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സന്നദ്ധ സേവനത്തോടു കൂടെ അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും ഇവിടെ നിന്നും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, അത്തരം പദ്ധതികളുമായിട്ടാണ് കാന്തപുരം ഉസ്താദിൻ്റെ കീഴിലുള്ള ഈ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാന്തപുരം ഉസ്താദിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ടീമാണ് ICF-ൻ്റെയും അതേപോലെ തന്നെ SYS, കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങിയ സംഘടനകൾ അതിൻ്റെ നേതൃത്വം പുനരധിവാസത്തിന് വേണ്ടിയുള്ള എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ഫ്ലഡ് ഉണ്ടായ ഉടനെ ഓടിയെത്തിയ ടീം അംഗങ്ങളാണ് നമ്മൾ SYS-ൻ്റെ ആളുകൾ. അന്ന് ഇന്നിപ്പോൾ നമ്മൾ ഈ CCTV ദൃശ്യങ്ങളൊക്കെ കാണുകയാണ്. ആ രാത്രി എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ആദ്യം വന്നപ്പോൾ ഈ ഒരു സ്ഥിതി, ഇവിടുത്തെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ടായി? ഉടനെ വന്ന ആൾ ഇദ്ദേഹം മർക്കസിൻ്റെ വിദ്യാർത്ഥിയാണ്. എങ്ങനെ ഉണ്ടായി? ഫുള്ളായിട്ട് വെള്ളം ചളിയും പിടിക്കാനുള്ളായിരുന്നു. പിന്നെ അവിടെ നമ്മൾ തൽക്കാലിക പാലത്തിനുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിൽ അങ്ങോട്ട് കിടക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ നേവിയുടെ പാലുണ്ടാക്കുന്നതിന് മുമ്പുള്ള താൽക്കാലിക ഒരു കവുങ്ങ് കൊണ്ടുള്ള പാലാണ്. അതിനാവശ്യമായ മുഴുവൻ പാല് ഇയാൾ ആദ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ആദ്യ ദിവസത്തിൽ താൽക്കാലിക പാലുണ്ടാക്കി. ആ പാലാണ് 2 ദിവസം നമ്മൾ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്താനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 3-ാമത്തെ ദിവസമാണ് നമുക്ക് ബെയിലി പാലോ അതിനോടനുബന്ധമായ ഒരു താൽക്കാലിക പാലം ഉണ്ടായി വന്നത്. അപ്പോൾ അതുമുതലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ 20 ദിവസമായിട്ട് വളണ്ടിയർമാർ സജീവം വിവിധ മേഖലകളിലായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു സാന്ത്വന ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം രാവിലെ നമ്മളവിടെ പോകും. അവിടുന്ന് ഇത്ര ആളുകൾ വെച്ചിട്ട് ഓരോ ബാച്ചായി തിരിഞ്ഞ് ഓരോ മേഖലകളിലേക്ക് നമ്മളെ ഇങ്ങനെ നീക്കുകയാണ് ചെയ്യുന്നത്. ആ മേഖലകളിൽ ഓരോ ടീമായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല അല്ലേ? ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒന്നും വരെ പോയിരുന്നു. അവിടെ ഒരു ഹിറ്റാച്ചി മാന്തുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ട്. അവിടെ പുനരധിവാസം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ താമസയോഗ്യമല്ല എന്നാണ് കേന്ദ്രസേന പറഞ്ഞിരുന്നത് സംഘം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ക്ലീനിങ് പരിപാടികളൊന്നും നടക്കുന്നില്ല. സെർച്ചിങ് ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ല. അവിടെ ഒരു ഹിറ്റാച്ചി മാത്രമാണ് തിരയുന്നത്. അവിടെ ഒരു ഫാമിൽ കുറേ പശുക്കൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനിങ്ങോട്ട് കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള റോഡ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഫാമല്ലേ, മുകളിലൊരു ഫാമുണ്ട്. ആ ഫാമിലുള്ള പശുക്കളൊക്കെ ഇങ്ങോട്ട് കടത്തി വിടണം. അതിനുള്ള റോഡ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയപ്പോൾ കണ്ടത് അതാണ്. യുദ്ധത്തിൽ തന്നെയാണ് ജനങ്ങൾക്ക് പുനരധിവാസമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. പുഞ്ചിരിമട്ടം അടക്കം വാസയോഗ്യമല്ല എന്ന് ഭൗമശാസ്ത്ര സംഘം ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 3 ദിവസം ഈ മേഖലയിൽ പ്രഭവ കേന്ദ്രം മുതൽ താഴ്ഭാഗം വരെ പഠനം നടത്തിയതാണ്. അപ്പോൾ അവരുടെ പ്രാഥമികമായ കണ്ടെത്തലുകൾ പ്രകാരം പുഞ്ചിരിമട്ടം ഇനി വാസയോഗ്യമേ അല്ല എന്നതാണ്. അവിടെ കുറച്ച് വീടുകൾ, ബാധിക്കാത്ത വീടുകളുണ്ട് മുകളിൽ. പക്ഷേ ആ മേഖല തന്നെ വാസയോഗ്യമല്ല, വലിയ അപകടം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അവരെയും കൂടിയെല്ലാം പൂർണ്ണമായും തന്നെ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിന് പുറത്ത് കൽപ്പറ്റ നഗരസഭ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പുനരധിവാസം സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക പുനരധിവാസം ആലോചിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി വാടക വീടുകളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ആ വീടുകളിൽ
ഒരുക്കേണ്ട സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 600-ലധികം ആളുകൾക്ക് ഇതിനകം അടിയന്തര ധനസഹായം നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ശരി, ദുരന്ത ഭൂമിയിൽ നിന്നും 19-ാം നാളത്തെ കാഴ്ചകളാണിപ്പോൾ പങ്കുവച്ചത് രാഹുൽ KV. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. 19 ദിവസം എത്തുമ്പോൾ ദുരന്തഭൂമിയിൽ ശേഷിപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ഭൂമി ഒന്നാകെ മണ്ണ് ഉരുൾ എടുത്തുകൊണ്ട് പോകുന്നു. ആ ഭീകരമായ ദൃശ്യങ്ങൾ അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബേക്കറിയിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ ദൃശ്യം ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 19 ദിവസം എത്തുമ്പോൾ അതിൻ്റെ ഭീകരത നമ്മുടെ മനസ്സിലേക്ക്, ആ ചിത്രം, ആ രാത്രിയിൽ ചൂരൽമലയിൽ പുഞ്ചിരിവട്ടം എന്ന പ്രഭവ കേന്ദ്രത്തിൽ നിന്നും വന്ന ഉരുൾ ആ നാടിനെ ഒന്നാകെ അങ്ങനെ തരിശാക്കിക്കൊണ്ട് കുത്തൊഴുക്കിലൂടെ കീറിമുറിച്ച് പോകുന്നതിൻ്റെ ദൃശ്യം, നടക്കുന്ന ദൃശ്യം. ജലം എത്രത്തോളം ഒഴുകിയെത്തി, മണ്ണ് എത്രത്തോളം ഒഴുകിയെത്തിയിട്ടുണ്ട്, മരക്കഷ്ണങ്ങളും തടികളുമൊക്കെ തന്നെ എത്രത്തോളം ഒഴുകിയെത്തിയിട്ടുണ്ട്, കുറ്റൻ പാറക്കല്ലുകളുമൊക്കെ തന്നെ ആ ഭൂമിയെ എങ്ങനെയാണ് തരിശാക്കി മാറ്റിയത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ CCTV വഴിയുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ആ CCTV ഇപ്പോൾ കേടാണ്. പിന്നീട് അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടത് ആ ബേക്കറിൽ നിന്ന സ്ഥലം പോലും ഒരു അസ്ഥിപഞ്ജരമായി മാറിയിരിക്കുന്നു. 4 തൂണുകൾ മാത്രമായി, ആ കോൺക്രീറ്റ് തൂണുകൾ മാത്രമായി ആ കടയൊക്കെ തന്നെ അവശേഷിക്കുന്നു. അങ്ങനെ ഭീകരതയാണ്, ആ ആഘാതമാണ്, ആഘാതത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്.